ശരാന്ന് വാഷിംഗ്ടണിൽ നിന്ന് ബിയർ അടിക്കേണ്ടി വരുമോ? അവിടെ സാധനമുണ്ട്, ഞാൻ നോക്കിയത്. അതൊക്കെ നോക്കിക്കൊണ്ടല്ലേ വണ്ടി ഇടുള്ളതല്ലേ? അപ്പം അത്യാവശ്യ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. ഫോൺ വിളിച്ചിട്ട് ബിയർ സർവീസ് ഇല്ലെങ്കിൽ വന്നില്ല, വേറെ സ്ഥലം നോക്കാന്ന്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വാഷിങ്ടണിലെ സ്പോക്കെയിൻ വാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്പോക്കെയിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്പോക്കെയിൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ നമ്മുടെ വാഷിങ്ടൺ ട്രിപ്പിൻ്റെ അകത്ത് നമ്മൾ ഇതുവഴി പോയപ്പോഴത്തേക്ക് ആദ്യമായിട്ട് കേൾക്കുന്ന പേരാന്നൊക്കെ പറഞ്ഞ ആ ഒരു സിറ്റി അവിടെയായിരുന്നു. നമ്മുടെ ഇപ്രാവശ്യത്തെ ഡെലിവറി എല്ലാം കഴിഞ്ഞ് നമ്മുടെ ദേവസ്വം വേണ്ട ഒരു പൈലറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സ്പോക്കെയിൻ വാലിയിലായിരുന്നു ഡെലിവറി. അവിടെ നിന്നൊരു 8 മൈല്. അതായത് ഈ സ്പോക്കെയിനും സ്പോക്കെയിൻ വാലിയും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? അതായത് എന്താ പറയാ, നമ്മുടെ റെനോയും മറ്റേ സ്പാർക്കും പറയുന്ന പോലെ. ആകെ പോട്ടെ, ഇന്നത്തെ ഡെലിവറി എങ്ങനെ ഉണ്ടായിരുന്നു? ഡെലിവറി ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ആണോ? അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ കുറെ ബോക്സ് പോലെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ റോഡുകളുള്ളൊരു ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. ആ ഇൻഡസ്ട്രിയൽ എന്ന് പറഞ്ഞാൽ പഴയ ഏരിയ, പുതിയ ഇൻഡസ്ട്രിയൽ അല്ല. അതുകൊണ്ട് നടക്ക് പോസ്റ്റൊക്കെ ഉണ്ട്, അത് നോക്കണമെന്നുള്ളൂ. അവിടെ രാവിലെ ചെന്നപ്പോഴേ ഞാനിങ്ങനെ ഓഫീസ് കണ്ടു. ഓഫീസ് ബിൽഡിങ്ങിന് ഇങ്ങനെ അറ്റമാണ്. അപ്പം ഞാൻ അവിടുത്തെ വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്, കാരണം റോട്ടിലിട്ട് കഴിയുമ്പം ഇത് വിലങ്ങി കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പാർക്കിംഗ് ലോട്ടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ കൊണ്ട് കഴിഞ്ഞപ്പം അവിടെയാണ് റിസീവിങ് ഡോക്കിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു ട്രക്കുകാരനുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പേപ്പർ വെച്ചപ്പോൾ ഇവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ലോഡ് പറഞ്ഞു ഇപ്പം തീർന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി മൂവ് ചെയ്തപ്പോൾ തന്നെ ഇത് പേപ്പർ എടുത്ത് പറഞ്ഞു ഇങ്ങോട്ട് രണ്ടും ബാക്കിലോട്ട് ഇട്ടിട്ട് ഇങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. അതന്നെ എടുത്തു. 7 മണി ആയില്ല. നേരത്തെ തന്നെ അവർ തുറന്നായിരുന്നല്ലേ? അത് മറ്റേ ഓഫീസ് 7 മണിയാകണ്ട തുറക്കുന്നത്. അല്ല, നമ്മൾ നേരത്തെ എത്തിയല്ലോ. 6:30 ആയപ്പം ഞാനിവിടെ എത്തിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊന്ന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇടയ്ക്കൊന്ന് നിർത്തിയായിരുന്നു, സമയമുള്ളതുകൊണ്ട്. അതെ, പിന്നെ 6:30 ആയപ്പോൾ വന്നപ്പോൾ തന്നെ 6:30 ആയപ്പോൾ നമ്മളവിടെ വന്നു. അത് കഴിഞ്ഞ് മറ്റേ ട്രക്കിൻ്റെ എല്ലാം ഒന്ന് മാറാൻ വേണ്ടി ഒരു ഓൾവേസ് ഓൺ ടൈം. അത് വലിയ താമസം എടുത്തില്ല. പുള്ളി തന്നെ പെട്ടെന്ന് ഇറക്കിയും കഴിഞ്ഞു. ഞാൻ അവിടെ കിടന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് തപ്പിയപ്പോൾ പൈലറ്റ് ഇവിടെ കണ്ടത്. പുറയിലോട്ട് പോയാൽ ലൗസ് ഉണ്ട്, പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ സ്കെയിലുണ്ട്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം നമ്മൾ ഗുരുത്തം കൊണ്ട് എന്നിട്ട് ഇൻസ്പെക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതാണ്. കാരണം എൻ്റെ ഫ്രണ്ടിൽ ഒരുത്തന്നെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. അവനെ ഇൻസ്പെക്ഷൻ പിടിച്ചു. 2 സ്കെയിലുണ്ട് ഇങ്ങനെ നടുക്കാവും ഇതിരിക്കുന്നത്. അപ്പം ഈ സൈഡിലുള്ള, അപ്പോൾ ഇവിടുത്തെ ഓഫീസറാണ്, 2 പേരും അപ്പുറത്ത് നിന്ന് എന്നെ ഓവർടേക്ക് ചെയ്ത് പോയി. അപ്പം 2 സൈഡിലോട്ട് ആരോ ഉണ്ട്, 2 സ്കെയിലിലും കയറാൻ മാറി. അപ്പൊ രാവിലെ ആയതുകൊണ്ട് തുറന്നതേ ഉള്ളൂ. 2 പേരും അവനെ പിടിച്ചു. അപ്പൊ എന്റെ ഇതിന് കുറെ ട്രക്കുകൾ ഇവിടെ വരുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ ഈ സൈഡിൽ കൂടെ എടുത്ത് ഒരുത്തനെ കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ നമ്മൾ തിരിച്ച് അങ്ങോട്ട് വേണമെങ്കിൽ ഒരു ഇത് വന്നതിനേക്കാളും കുറച്ചുകൂടെ ദൂരമുണ്ട്. ഇതിപ്പോ 7 മൈലേ ഉള്ളൂ. മറ്റേത് എനിക്ക് തോന്നുന്നൊരു 15-16 മൈല്. അപ്പം വാഷിങ്ടന്റെ ബോർഡർ ക്രോസ് ചെയ്ത് ലൗസിലേക്ക് അവിടെ നമ്മൾ ഇടാഹോയി ചെല്ലണം. അപ്പോൾ ആ ക്രോസ് ചെയ്യുമ്പോൾ സ്കെയിലുണ്ട്. അപ്പോൾ നമ്മുടെ ഡെലിവറി എല്ലാം സമയത്ത് ചെയ്താലും പിക്കപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, വർക്കിംഗ് ഓൺ ഇറ്റ് എന്നാണ് പറഞ്ഞത്. നമ്മളെ അവിടുന്ന് വിടുന്നതിൽ മാത്രമേ സ്കെഡ്യൂളുള്ളൂ, തിരിച്ചു കൊണ്ടുവരുന്ന സ്കെഡ്യൂളൊന്നുമില്ല. അതെ, ശരാന്ന് വാഷിങ്ടണിൽ നിന്ന് ബിയർ അടിക്കേണ്ടി വരുമോ? അവിടെ സാധനമുണ്ട്, ഞാൻ നോക്കിയത്. അതൊക്കെ നോക്കിക്കൊണ്ടല്ലേ വണ്ടി ഇടുള്ളതല്ലേ? നമുക്ക് മറ്റേ ഉള്ളതാട്ടെ. കറണ്ട് സിറ്റുവേഷനിൽ എങ്ങനെ ഇതായോ. അപ്പം അത്യാവശ്യ സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. അൻപിൻ ചെയ്യണ പോലെ ഫോൺ വിളിച്ചിട്ട് ബിയർ സർവീസ് കണ്ടത്തെ പോലെ. അതായത് എനിക്കൊന്ന് അത് കാലിഫോർണിയല്ലേ. അപ്പൊ കാലിഫോർണിയയിൽ ചിലയിടത്ത് ഇല്ലല്ലോ. അപ്പൊ അവിടെ ഇത് കൺഫേം ചെയ്തിട്ട് നമ്മൾ അങ്ങ് മൂവ് ചെയ്താൽ ഇല്ലെങ്കിൽ വന്നില്ല, വേറെ സ്ഥലം നോക്കാന്ന്. Then we'll let you know in the evening what you have to do, like you need to move anywhere else. Okay. അപ്പം നമ്മളെ ഡിസ്പാച്ചിൽ നിന്നാണ് വിളിച്ചത്. അവർ വാഷിങ്ടണിൽ നിന്ന് തന്നെ നമുക്ക് തിരിച്ച് ലോഡ് തരാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വൈകുന്നേരം വരെ നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പരിപാടി എന്നാന്ന് വെച്ചാൽ വൈകുന്നേരം എന്ന് പറയാം. ഇവിടെ തന്നെ കിടന്നാൽ മതിയായിരുന്നു.
ഇത് എന്നായിരുന്നു സംഭവം? പാരിഷ് നൈറ്റ്, നമ്മുടെ പള്ളിയുടെ പല വാർഡിൽ നിന്നുള്ളവരുടെ എല്ലാം ഒരു പാരിഷ് നൈറ്റ് ആയിരുന്നു. അപ്പോൾ അതൊരു മറ്റേ ഇത് കൂടെ മിനി തിയേറ്റർ പോലത്തെ ഉള്ളൊരു സെറ്റപ്പില് ഒരു കോമ്പറ്റീഷൻ. അപ്പം ഓക്കെ, നമ്മുടെ നാട്ടിലെ പെരുന്നാൾ പോലെ എല്ലാരും കൂടെ കൂടി അങ്ങനെ അതില് നമ്മുടെ ദേവസ്യാച്ചന സംഘവും അവതരിപ്പിച്ച മാർഗംകളിയാണ് നമ്മൾ വിത്ത് ഫ്യൂഷൻ. അവസാനം മാർഗംകളി ഞങ്ങൾ പറയുമ്പോൾ മാർഗംകളി വിത്ത് കൺഫ്യൂഷൻ. അങ്ങനെ അപ്പൊ അത് കണ്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ. അത് യൂട്യൂബിലുണ്ട്. ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ ഒരു കുറച്ച് ക്ലിപ്പിങ്സ് നമ്മുടെ ഇത് കാണിക്കാവേ. അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോ മഞ്ഞളും പൂശിവ വന്നിതാ നിന്റെ മച്ചാൻ. okay, picture. Make sure it's clean and no odor, okay? Okay, is it today? Sorry? Is it for today? Yeah, we are working on appointment. I'll let you know. Okay, yeah, sure. So you want the picture of the inside of the trailer, right? Clean trailer. Yes. Yeah, sure. Okay, yeah, we'll do that. I'm sending you a message. You can send me on my WhatsApp number. Okay, yeah, sure. നമ്മളെ ബ്ലോർ വെച്ചടിച്ചാൽ മതി. ഞാൻ പറഞ്ഞു അത് കാണുമ്പോൾ ഒരു ജസ്റ്റ് വേറെ കാര്യമുണ്ട്. വണ്ടി ഡോറ് തുറക്കുന്ന ഇച്ചിരി വണ്ടി ഫ്രണ്ടോട്ട് ശകലം വണ്ടി ഫ്രണ്ടോട്ട് ഇടാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. അല്ല ഞാൻ ക്ലീൻ ചെയ്തതാ, ഡോർ വെച്ച് രാവിലെ ക്ലീൻ ചെയ്തായിരുന്നു. ഓർഡർ എടുത്ത് വെച്ചാൽ മതി. അല്ല പിന്നെ അവർ പുതിയ ട്രെയിലർ മേടിക്കട്ടെ. അല്ല അതല്ല പോരെങ്കിൽ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നിപ്പം പിക്കപ്പ് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അവർ വിളിച്ചു. സാധ്യത കുത്ത് വിടാ. അപ്പം ട്രെയിലർ ഭയങ്കര ക്ലീൻ ആയിരിക്കണം, അങ്ങനത്തെ എന്താണ്ട് അപ്പോയിൻമെൻ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ അകത്ത് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കാൻ, അവർക്ക് ചെക്ക് ചെയ്തിട്ട് മറ്റേ അല്ലേ നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ അപ്രൂവ് ചെയ്താലേ നമുക്ക് ആ പിക്കപ്പ് തരുള്ളൂ. ഉണ്ട് സാറേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഇങ്ങനെ ഒരു പൊടി പോലത്തെ ഒരു പൗഡർ പോലത്തെ ഒരു ഇതല്ലേ. വാ പൊളി. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ട്രെയിലർ ക്ലീൻ ആക്കുന്നത്? കുറച്ച് വെട്ടം കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഡോറോടെ തുറന്നു തരാം. ഇതെന്താ ഡസ്റ്റ് പോലത്തെ സംഭവം? ഇതിൽ കൂടുതലും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. പോരെ പിന്നെ പോരെ. ഇതെന്താ ഇത് പൊടി ഇത് എന്നാ സാധനം നടത്തില്ല. അതന്നെയല്ല, ഡോക്കിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവരകത്തേക്ക് കയറി വേറെ ഡെബ്രി ഉണ്ടെന്നല്ലേ ഉള്ളൂ. ഇത് തന്നെ നല്ല ക്ലീൻ ആയിട്ട് തങ്കക്കുടം പോലെ കിടക്കുന്ന സാധനം. മേക്ക് ഷുവർ നോ ഓർഡർ. മണം ഉണ്ടോന്നോ? ഇല്ല. മണത്തോട് നോക്കണം. ഇനി മണത്ത് നോക്കുന്ന വീഡിയോ ഇടണം. ഇങ്ങനെ നിലത്ത് മണത്തേക്ക് നിങ്ങളൊരു ഫോട്ടോ എഴുതും, ആ മണത്ത് നോക്കുന്നു നമ്മൾ. എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത്. ദേ നീഡ് ഫുഡ് ഗ്രേഡ് ട്രെയിലർ. എന്നാ പണിയാ? എന്നാ ട്രെയിലർ? ഫുഡ് ഗ്രേഡ് ട്രെയിലർ വേണം. ഈ ഡസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്കുള്ള ട്രെയിലറേ നമ്മുടെ ഉള്ളെന്ന് പറ. ദേ നീഡ് ഫുഡ് ഗ്രേഡ്. ആസ്ക് ഗുർജീത് അല്ലെ ഗുർദീപ് ഇഫ് ഇറ്റ് ഈസ് ഫുഡ് ഗ്രേഡ് ട്രെയിലർ. നമ്മളെല്ലാം പറയാനാ. അല്ല ടെമ്പറേച്ചർ കൺട്രോൾ ആണോ? യു മീൻ അങ്ങനെ ചോദിക്കാം അല്ലേ? യു മീൻ ടെമ്പറേച്ചർ കൺട്രോൾ ആണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ പറയേ. റീഫറൊന്നും കൂടെ അയച്ചാറേ. ഈ പുതിയ പെണ്ണായതുകൊണ്ട് മനസ്സിലായില്ലെങ്കിലേ. കാരണം ഈ പുള്ളിക്കാരിക്ക് ഇപ്പം ഗുർദീപിനെ ഇംപ്രസ് ചെയ്യാനുള്ള ഒരു ഇതിലായിരിക്കും. നോ അല്ലെങ്കിൽ ഇത് കാല് വെച്ച് നിൽക്കും. 1 സെക്കൻഡ്. ഇതെന്നാ വെച്ചാൽ ചില ഫുഡ് ഗ്രേഡ് ചില കമ്പനി ചെന്ന് കഴിയുമ്പോഴേ ഈ പന്നന്മാർ അത് പാലറ്റ് വെക്കാനുള്ളല്ലേ, അതൊക്കെ പ്രോപ്പറായിട്ട് കവർ ചെയ്തായിരിക്കും. ഒരു കാര്യം ചെയ്യണം, ഇവിടെ ഒരു ചെറിയൊരു പൊടിയുടെ ഒരു പൊടി സ്മെല്ലുണ്ട്. നമുക്ക് ആ ഇത് തുറന്നിട്ടാക്കാം കിളിവാതിൽ. ആ 2 പേപ്പർ കുറച്ച് തരാണ്. അവർക്കുള്ള നോ ഓർഡർ ഒന്നും ചെയ്തോ. നോ സ്മെല്ലെന്നൊക്കെ എഴുതി.
അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ചേട്ടാ ഇത് മാറ്റിക്കോ, ഇത് അവന്മാർ ചിലപ്പോൾ വലിച്ചു വലിക്കുന്നത് കാണണ്ട. അല്ല ഇത് നമ്മൾ തുറന്നിടാതെ ഓർഡർ പോകണമെങ്കിൽ. ആ ശരിയാ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലത്തെ കിളിവാതിലുണ്ട്. അപ്പോൾ അത് തുറന്നിട്ട് കഴിഞ്ഞാൽ കാറ്റടിച്ച് നമ്മുടെ ട്രെയിലറിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലും മണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ചിലതെന്നാ അറിയാം, വാഷ് ചെയ്യാൻ പറയും. ഇങ്ങനെ ഡസ്റ്റ് ഇതുണ്ട്. മറ്റേ ചില പ്ലാസ്റ്റിക്കോ അല്ല കെമിക്കൽസ് ഒക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇങ്ങനെ പൗഡർ പോലത്തെ ഗ്രാനൂൾസ് ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ ട്രെയിലറിൻ്റെ അകത്ത് ഭയങ്കര മണമായിരിക്കും. അപ്പോൾ അത് ഈ ഫുഡ് ഗ്രേഡ് പ്രോഡക്റ്റിന് അത് പറ്റിയല്ല. ഇത് തന്നെ സ്വർണ്ണമാണോ? ഇതാണ് ഫ്രണ്ടിലത്തെ കിളിവാതിൽ. ഓ കുഴപ്പമില്ല, നമ്മുടെ മണം കൊണ്ടുള്ള കുഴപ്പമുണ്ട്. ഈ നമ്മൾ കുളിക്കാത്തതിന്റെ വല്ല മണം ഉണ്ടല്ലോ. ഫോൺ എങ്ങോട്ടാന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ? പ്ലീസ് ഇതിന് പ്ലീസ് ക്ലീൻ ഇറ്റ് അഗൈനോ. ഇതിക്കുള്ള എങ്ങനെ ക്ലീൻ ആകെ ഓക്കെ എന്ന് പറഞ്ഞാൽ മതി. അത് അവർക്കും സന്തോഷം, നമുക്ക് സന്തോഷം. മറ്റേ നമ്മുടെ ഇതുണ്ടോ, ചൂലുണ്ടോ? ചുമ്മാ മറ്റേ ടർക്കി ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഒറ്റ വഴക്ക് ചിലപ്പോൾ പൊടി അങ്ങ് പോകും. ആവശ്യമുണ്ടോ? അല്ല ഫുഡ് ഗ്രേഡ് ആണോ, അല്ലെങ്കിൽ പിന്നെ മുമ്പേടിച്ച് പിന്നെ വരേണ്ടി വരും. ടർക്കി ഇല്ല, ടർക്കി ഒക്കെ ഉണ്ട്. പഴയ വണ്ടിക്കടി കയറുന്നുണ്ട്. എന്നാ പിന്നെ കോല് വെച്ച് വേണമെന്ന് ചെയ്യാം. എന്താ അറിയാവോ, അതെന്താ വെച്ചാൽ ഇന്നാള് ഈ ഫുഡ് ഗ്രേഡ് ആകുമ്പോൾ അവന്മാർ ചിലപ്പോൾ വാഷ് ചെയ്യും. ഓ പിന്നെ നമ്മൾ വാഷ് അന്വേഷിച്ച് നടക്കേണ്ടി വരും. തപ്പിയേക്കാം. ലോഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് പരിപാടിക്കും നമ്മൾ തയ്യാറ്. അപ്പോൾ ദേവസ്വൻ എന്തോ പുതിയ ഒരു ഐഡിയ കൊണ്ട് കുറച്ചുകൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകാനാണ് പരിപാടി. എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ചോദിച്ചു. മോനെ കളർ വ്യത്യാസം ഉണ്ടോ നോക്കിയേ. ആ പിന്നെ നല്ല വ്യത്യാസമുണ്ട്. ആ പൊടി അങ്ങ് കാണാണ്ടായേ. ഒരു കുപ്പി വെള്ളം കൊണ്ട് ട്രെയിലർ മുഴുവൻ കഴിയുന്നതാണോ? ഒരു കുപ്പി വെള്ളം കൊണ്ട് ട്രെയിലർ മുഴുവൻ കഴിയുന്നു. ആ ഇനി നിങ്ങൾ കാല് വെച്ച് തുറച്ചേ. നിങ്ങൾ അതിലും വരും. വൈഡ് ഏരിയ അങ്ങ് പോകുമല്ലോ. അല്ല മടക്കിയിട്ട് വെച്ചോ നിങ്ങളുടെ കൈ. അപ്പൊ ചെളിയുള്ളതോ. അല്ല അതിനേക്കാൾ എളുപ്പം ഇതാ ചേട്ടാ. അല്ല ഇത് വൈഡ് ഏരിയ അങ്ങ് പോകുമല്ലോ എന്ന് പറഞ്ഞല്ലേ കാല്. അല്ല ഇത് ആ തടിയുടെ ഇതനുസരിച്ച് വെച്ചാൽ തളിച്ചെടുത്ത് പോകും. ഈ സൈഡ് ആ പാട്ടയില്ലേ, ആ പാട്ട അവന്മാർ മെയിനായിട്ട് നോക്കുന്നത്. ഈ സൈഡ് നോക്കുമ്പോൾ അമ്മമാർക്കറിയാം പൊടിയുണ്ടോ ഇല്ല. ഇത് മതി. ഇനിയിപ്പോൾ ഉള്ള നീ വരുന്നിടത്ത് വെച്ച് പിന്നല്ല എന്തോ ടൈപ്പ് ചെയ്യാൻ വന്നിട്ട് പിന്നെ പിൻവലിച്ചെന്ന് തോന്നുന്നു. സോറി ലോഡ് ഇല്ല കേട്ടോ, അത് വേറെ പോയെന്നൊക്കെ. ഇത് കൊടുത്താൽ മതിയല്ലോ. മറ്റേ ചോദിക്കായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫ്രീ സീസ് കൊണ്ടുവന്ന പോലത്തെ ഫുഡ് ഗ്രേഡ് ആണോന്ന് ചോദിക്കായിരുന്നു. എടാ നമ്മളിവിടെ ട്രക്ക് പാർക്ക് ചെയ്തിട്ടേക്കുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെന്നുണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വേണ്ട ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ട്രക്ക് സ്റ്റോപ്പിൽ കൊണ്ട് തരും. അതിൻ്റെ പരിപാടികളാണ്. ഒരു കുപ്പി വെള്ളം കൊണ്ടൊരു ട്രെയിലർ കഴിഞ്ഞു. ഇവിടുത്തെ സമയത്തേ ലോഡില്ലെങ്കിൽ കിളിവാതിൽ അടയ്ക്കാൻ ഓർത്തോണേ, അല്ല വല്ല മഴയും പെയ്ത് മഴ പെയ്താലും വൃത്തിയാവുള്ളൂ. അല്ല ഇതേ നമ്മുടെ സമയം ഇവിടെ ഇപ്പം എത്രയാ? ഇവിടുത്തെ സമയം 2:30, 3:30, 4:30, 1:30. 1:30. ഓക്കെ. പറഞ്ഞതിലും അല്ല വിലയുണ്ടോ അർത്ഥമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അതിനകത്ത് വന്നില്ലല്ലോ ഇതുവരെ. എൻ്റെ അതിനകത്ത് വന്നിട്ടില്ല. നിങ്ങളുടെ അതിനകത്ത് വന്നിട്ടുണ്ടോ? ഒന്നും വന്നില്ല. അവക്കൊന്ന് മെസ്സേജ് അയച്ചേരെ, ലോഡ് ഉണ്ടായി വിളിക്കണം എന്ന് പറയാം. നമ്മൾ ചിലപ്പം അയ്യോ വന്നു കേട്ടോ. ആണോ? എങ്ങോട്ടാ അത്? എൻ്റെ അതിനകത്ത് വന്നില്ല സാറേ. വാൻകൂവറിൽ നിന്ന് അല്ല, വാൻകൂവർ വാഷിങ്ടൺ. ഞെട്ടിപ്പോയി. ഇനി ബീസിക്ക് എപ്പോ ചെല്ലാൻ ഞാൻ കണ്ടുപിടിക്കുന്ന ഓർത്ത്. വാൻകൂവർ വാഷിങ്ടൺ. Make sure trailer is very clear. If there is any kind of smell or trailer is not clean,
ഷിപ്പർ ക്യാൻ റിജക്ട് ട്രെയിലർ. എവിടെയാ ചേട്ടാ ഇത്? സാറേ ഇങ്ങോട്ട് 5.5 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട്. അത് ഗൂഗിൾ മാപ്പിൽ 7 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഇതെവിടെയാ ഇപ്പം? വാഷിങ്ടൺ അല്ലേ? ഇത് അങ്ങ് പോർട്ട്ലാൻഡ് അടുത്താ. നമുക്ക് താഴോട്ട് ചെല്ലണം അപ്പോൾ ഇനി. ആ ഇതെത്ര ഇതിനകത്ത് എഴുതിയേക്കുന്ന സമയമൊക്കെ എപ്പോഴാ? നമുക്ക് 2 മണിക്ക് അപ്പോയിൻമെന്റ്. 2 മണിക്കല്ലേ അല്ലോ. അല്ല ഇവർ 24 മണിക്കൂർ ഉള്ളതാണോ? അല്ല നമുക്ക് ഇതിലും കൂടെ ഒന്ന് അഡ്രസ് ഇട്ട് നോക്കാം. അല്ല എന്നാലും 5 മണിക്കൂർ എന്നുള്ളത് കുറേ അല്ലോ. 7 മണിക്കൂർ എടുത്തെങ്കിലും ഉള്ളൂ ഈ തിരക്കിൻ്റെ ഇടയിൽ വൈകുന്നേരമായി. അല്ല ഇത് 24 മണിക്കൂർ ഉള്ളതാണോ? സാറേ നമ്പറിലൊന്ന് വിളിക്കാവോ അവളെ, എന്നിട്ടൊന്ന് പറഞ്ഞേക്കാം. നമുക്കിവിടുന്ന് 585 കിലോമീറ്റർ ഉണ്ട്. അറൈവൽ ടൈം ETA 7:37. 8 മണിയെന്ന് പറയാം. അവൾ വിളിക്കുന്ന നമ്പർ മറ്റേതാണെന്ന് തോന്നുന്നു. ആ അതിനകത്ത് തന്നെ വിളിച്ചത്. ആ നമ്പറിലാണ് വിളിച്ചോണ്ടിരുന്നത്. ഹായ്, ദിസ് ഈസ് മാത്യു. We just received your pickup details, right? In that the appointment is 2 p.m. But right now we have around 5 to 6 hours of drive from here. So our ETA is 8 o'clock. Okay, so let me check and then I'll give you a call back, okay? Yeah, please check with them if they will load today or if it is tomorrow. So yeah, okay, thank you. അപ്പം നമുക്ക് ലോഡ് വന്നേക്കുന്നത് വാൻകൂവർ എന്ന് പറയുന്ന വാഷിങ്ടണിലെ ഒരു സ്ഥലം. അങ്ങോട്ട് അതായത് പോർട്ട്ലാൻഡിൻ്റെ ഒക്കെ അടുത്താണ്. നമുക്ക് അങ്ങോട്ട് 585 കിലോമീറ്റർ ട്രക്ക് GPS-ലുണ്ട്. 538 നമ്മുടെ ഗൂഗിൾ മാപ്പിൽ. എങ്ങനെയൊക്കെ പോയാലും വൈകിട്ട് 8 മണിയാവും. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇപ്പം ലോഡ് കിട്ടിയില്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറയാണ്ടിരുന്നാൽ മതിയായിരുന്നു. നാളെ രാവിലെ ആണെങ്കിലും ഇവിടുന്ന് തന്നെ കിട്ടുമായിരുന്നെങ്കിൽ വൈകുന്നേരം ഓരോ ബിയർ അടിക്കായിരുന്നു. കാരണം ഇവിടുന്ന് കുറേ അങ്ങ് പോയി കഴിഞ്ഞാൽ കാലിഫോർണിയയിലെത്തും. അവിടെ എങ്ങാൻ പോയി കിടന്നതെന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഇരുന്ന് വണ്ടി ഓടിക്കേണ്ടി വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ബിയർ അടിക്കാൻ പറ്റില്ല. ശാസനൊക്കെ ഫുള്ള് ബീച്ചിൽ കിടക്കുന്ന പോലത്തെ സെറ്റപ്പാ. 2 ബക്കറ്റ് മണലോടെ ഇട്ട് കഴിഞ്ഞാൽ ബീച്ചായി. അതെ 2 ബക്കറ്റ് മണലോടെ ബീച്ചാണ്. ഫുള്ള് സെറ്റപ്പ്. 2 സൈഡിലും എന്താ ജെല്ലൊക്കെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പോട്ടല്ലോ നല്ല കാറ്റൊക്കെ ആയിട്ട് വീഡിയോയിലും സെറ്റപ്പാ. ഇവിടെ നിങ്ങൾ ഫ്രഷ് കാറ്റിങ് അടിക്കും. കാടായിട്ടുള്ള ഞങ്ങൾ തള്ളിവിടും. കണ്ടു കഴിഞ്ഞാൽ മറ്റേ വിമാനത്തിന്റെ അകത്ത് വിൻഡോ സീറ്റ് മറ്റേ ബിസിനസ് ക്ലാസ്സിൽ കിടക്കുന്ന പോലത്തെ സെറ്റപ്പാ. അതെ. Hi, this is Matthew from ST86. Yes. We were told that we would be given a call back regarding the pick. Sorry, I couldn't hear you. Can you hear me now? Yeah, we had a pickup sent from Vancouver, Washington. Okay, for tomorrow. Okay. Okay, sure. Thank you. സാറേ 2 p.m. tomorrowയാ. അതിന് അവർ തന്നേക്കുന്ന അഡ്രസ്സിൽ ഡേറ്റ് നോക്കി കേട്ടോ. ഇന്നത്ര ഡേറ്റ്? ഇന്ന് 26 അല്ലേ? 3/6/2026. 3 എന്ന് പറയുമ്പോൾ ഇന്ന് 2-ാം തീയതിയാണ്. നൈസായിട്ട്. അപ്പം നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്കുള്ള അപ്പോയിൻമെൻറ്റ് നാളെ രാവിലെ 8 മണിക്ക് ആക്കാൻ വേണ്ടി കുർദീപ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ കുർദീപാണോ എടുത്തത്? എന്നിട്ട് എന്നാ പറഞ്ഞിപ്പോൾ? ഇപ്പം എന്നാലും 8 മണിയാകാതെ നടക്കുകയല്ല. കാരണം അവിടെ 7-7:30 ആകുമ്പോഴേ തുറക്കുള്ളൂ. 8 മണിക്ക് കിട്ടിയ ഭാഗ്യം. അപ്പം ട്രൈ ചെയ്ത് കഴിയുമ്പം മെസ്സേജ് വിടുന്നാണോ പറഞ്ഞത്? ട്രൈ ചെയ്യും, മെസ്സേജ് ഇടാം. ആലോചിച്ച് എന്തായാലും കുഴപ്പമില്ല, ട്രെയിലറൊക്കെ ക്ലീനാ. എന്നാ വേണം അതിനകത്തോടെ കുളിക്കുകയും കൂടെ ചെയ്യായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ. അല്ല ഞാൻ നോക്കിയപ്പോൾ 5 മണി കഴിഞ്ഞ്. അപ്പോൾ ഇവള് വിളിച്ചിട്ട് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞ അവള് വീട്ടിൽ പോകില്ലേ? ഞാൻ ചാടിക്കേറി വിളി. പിന്നെ അവള് പിന്നെ അവൾക്കും ബോധമില്ലായിരുന്നു അപ്പം നാളെയാന്നുള്ള കാര്യം. അവള് പോയി, അവളുടെ സമയം കഴിഞ്ഞപ്പോൾ അവള് അത്രയല്ലേ പണിക്കാർക്ക് ചെയ്തുള്ളൂ. അതാ ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ കമ്പനിയിൽ അങ്ങനെയാ നമ്മൾ ഈ പണിക്ക് ഇത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ വിളിച്ചോണ്ടിരിക്കണം. റോട്ടിൽ കിടക്കണവര് കിടക്കും, അവളിപ്പോ വിളിക്കുമെന്നും പറഞ്ഞോണ്ട്. ഓക്കെ വരും, അവള് സമയമായി, അവളിറങ്ങി വീട്ടിൽ പോയി. റോട്ടിൽ കിടക്കണവർ അവിടെ കിടക്കട്ടെ എന്ന് ആലോചിച്ച് നോക്കിക്കേ. സാധാരണ ഇതിൽ നമ്മുടെ കമ്പനിയിലെ ഡിസ്പാച്ച് ഫുള്ള് കമ്പനി നമ്മുടെ മുതലാളിമാർ തന്നെയാണ് ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ 24 hours ഓപ്പണാണ്. അപ്പോൾ ഈയിടെ പുതിയ കുറച്ച് സ്റ്റാഫിനെ വെച്ചാൽ പയ്യെ ഡ്യൂട്ടീസൊക്കെ ഒന്ന് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ നോക്കുന്നതിൻ്റെ ഇത്
അവനവൻ്റെ കമ്പനി ആകുമ്പോഴും കമ്പനിക്ക് വേണ്ടി ജോലിക്കാർ നിൽക്കുമ്പോഴുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം അറിയും. നമ്മളാ പുള്ളിക്കാരി ഇപ്പോൾ തിരിച്ച് നമ്മളെ വിളിക്കും. കാരണം നമ്മൾ കാര്യം ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരി അവിടെ കോൺടാക്ട് ചെയ്തിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുക. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കുറേ നേരമായി എന്തായാലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. 5 മണി കഴിഞ്ഞു. സാധാരണ നമ്മുടെ ഓഫീസ് 5 മണിയാകുമ്പോൾ അടയ്ക്കും. അങ്ങനെ വിളിച്ച് നോക്കിയതാണ്. അപ്പം പുള്ളിക്കാരി നമ്മളെ വിളിക്കാതെ വീട്ടിൽ പോയി. ബാ സാധനം മേടിച്ചുകൊണ്ട് വരാമോ? അപ്പം ഇല്ല, ഇനിയിപ്പോൾ 8 മണിക്ക് 7:30 കഴിയാതെ സാധനം അവിടെ നാളെ രാവിലെ അല്ലേ, ഇന്ന് കിട്ടിയല്ലോ. ഇന്ന് ആയിക്കോട്ടെ. അപ്പോൾ ഒരു ബിയർ മേടിച്ചുകൊണ്ട് വരാം. നമ്മൾ ബിയർ മേടിക്കാൻ വന്നപ്പോൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് നോ ലോയിറ്ററിങ്, നോ പാൻ ഹാൻഡ്ലിങ് ആൻഡ് ഹിച്ച് ഹൈക്കിങ്. പാൻ ഹാൻഡ്ലിങ് എന്ന് പറഞ്ഞാൽ എന്നാന്ന് മനസ്സിലായില്ല കേട്ടോ. അതെ, നമുക്കൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കാം അല്ലേ സാറേ? പാൻ ഹാൻഡ്ലിംഗ് നമ്മൾ പറഞ്ഞു, പാൻ മസാലയുടെ ഹാൻഡ്ലിംഗ് ആണ് പാൻ ഹാൻഡ്ലിങ്. അപ്പം ഞങ്ങളിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പാൻ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് പൈസ ചോദിക്കുന്നത്, അതായത് ബെഗിങ്. ബേസിക്കലി ഭിക്ഷാടനം പറ്റില്ല എന്നുള്ളതാണ് എഴുതി വെച്ചേക്കുന്നത്. മറ്റൊരു കാര്യവും സ്ട്രേഞ്ചേഴ്സിനോട് ചോദിക്കാൻ പാടില്ല. നമുക്ക് ഒരു ബിയർ മേടിക്കാം. ബിയേഴ്സിൻ്റെ ഒക്കെ കമനീയ ശേഖരമാണ് കേട്ടോ. കാണാത്താണല്ലോ ലിക്വിഡ് ഡെത്ത്. പതിവ് പോലെ നമ്മുടെ കൊറോണ എടുക്കാൻ തീരുമാനിക്കോ? അടിക്കൂട്ടി എടുത്തേക്കാം. വെറുതെ പൈസ കൊടുക്കേണ്ടി. ക്യാനും ഉണ്ട് കേട്ടോ. ഏതാ ഈ മൊഡലോടെ ക്യാന് സെയിം. ഇതല്ലെങ്കിലത്തെ കാര്യം അറിയില്ല. കൂൾസ് ഉണ്ട് എനിക്കും. ഏതാ നമ്മൾ കഴിഞ്ഞ വർഷം എടുത്ത ഇതാ ആണ്. മാറ്റിയെടുത്തു കേട്ടോ. ഏതാ തിരിച്ച് റീപ്ലേസ് ഏതാ വേണ്ടെന്നുള്ള കൺഫ്യൂഷൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ മുകളിലിരിക്കുന്ന ഈ ചെറിയ സാധനം ഒക്കെ അതെന്നാ ചുമ്മാ ചോദിച്ചത്. ഇത് മധുരമാണ് അല്ലേ? ചെറിയ അല്ല, അത് തന്നെ ബിയർ തന്നെയാണോ? അതെ, ആൽക്കഹോൾ പെർസെന്റേജ് എഴുതിയിട്ടുണ്ട്. ആൽക്കഹോൾ മിക്സ് മാച്ച്. ചെറുതിന്റെ ഒക്കെ ചോര നമുക്ക് പിടിക്കുക. അത് മധുരമാണ് വലിയ ഇഷ്ടമല്ല. നമുക്ക് ഇതെടുക്കാം. എനിക്കാണോ അല്ലേ? ഓക്കെ സാറേ. ശരിക്കും ഒരു ലേ ഓവർ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ബിയർ അടിക്കുന്ന ഒരിക്കലും മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സെറ്റപ്പ് അല്ല കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമ്മൾ വണ്ടി കയറിയിട്ട് പറയാം. അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, നമ്മൾ ഡ്രിങ്ക്സ് കഴിക്കുമ്പോഴത്തേക്കും 1-2 ബിയർ, അതാ നമ്മുടെ സാധാരണ ഒരു ചെറിയ ബിയർ, നമ്മുടെ നാട്ടിലെ പോലെ വലിയ ബിയറല്ല. അപ്പോൾ ഇൻ കേസ് വലിയ ബിയർ ആണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അളവുണ്ടല്ലോ. അപ്പം ഇവിടെ ശരിക്കും എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ബിയർ കഴിക്കുമ്പോഴത്തേക്ക് എപ്പോഴും മേക്ക് ഷുവർ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണ്. മിനിമം നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് 10-12 മണിക്കൂർ നമ്മുടെ മുമ്പിലുണ്ട് എന്നും, അതുകൂടാതെ രാവിലെ നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് പോയൊന്ന് ഫ്രഷായി കുളിച്ച് അങ്ങനെയൊക്കെ നമ്മൾ എടുക്കാറുള്ളൂ. അതായത് നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ എമൗണ്ട് ശരിക്കും ഇറങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കാറുള്ളൂ. പിന്നെ വളരെ റെസ്പോൺസിബിളായിട്ട് വണ്ടി എടുക്കാവുള്ളൂ. ഒരിക്കലും ഡ്രിങ്ക് ചെയ്ത് വണ്ടി ഓടിക്കരുത്. ആൽക്കഹോളിൻ്റെ പെർസെൻറ്റേജ് ശരീരത്തിലുള്ളപ്പോഴത്തേക്കും വണ്ടി ഓടിക്കരുത്, പ്രത്യേകിച്ച് കൊമേഴ്സ്യൽ ട്രക്ക്. അതേസമയം പേഴ്സണൽ കാർ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ ലൈസൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 0.5% താഴെ നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് നമ്മൾ ഡിന്നർ കഴിക്കാൻ നേരത്തെ ഒരു ഡ്രിങ്ക്, ഒരു വൈന്, ഗ്ലാസ് ഓഫ് വൈന്, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് കഴിഞ്ഞ് ഇച്ചിരി സമയമെടുത്ത് നമ്മുടെ ശരീരത്തിൽ 0.5% ആൽക്കഹോൾ ആണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ കാർ ഓടിക്കാം, പക്ഷേ നോട്ട് കൊമേഴ്സ്യൽ വെഹിക്കിൾ. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ഡിന്നറിൻ്റെ കൂടെയൊക്കെ ഒരു ഡ്രിങ്ക് കഴിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അവിടെ ഡ്രിങ്ക് ചെയ്തിട്ട് വണ്ടി ഓടിക്കാമെന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. അവരോടുള്ള ഒരു ഇതാണ്. സാറേ ഉണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം നയാഗ്രയിലുള്ള ഒരു പുള്ളി, സനിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുള്ളിയുടെ ഒരു വീഡിയോ, അത് കാണണം കേട്ടോ. ഞാൻ ആ വീഡിയോയുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മറന്നുപോയി. വെള്ളം അടിച്ച് മറ്റേ കൊച്ചിനെ കൊണ്ട് പോയതാണോ? കണ്ടില്ല, ആ കാര്യങ്ങൾ അറിഞ്ഞ ആ വീഡിയോ. ആ പുള്ളി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം എത്രമാത്രം റിസ്ക്കിയാണ്, ഡേഞ്ചറസ് ആണെന്നുള്ളത്, വെള്ളം അടിച്ച് വണ്ടി ഓടിക്കുന്നത് എത്രമാത്രം ഡേഞ്ചറസ് ആണെന്നുള്ളത് ആ ബ്രോ അതിൻ്റെ അകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കൊച്ചുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണ്ട നമ്മുടെ ഇതിന് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. എല്ലാവർക്കും അതൊരു അവയർനെസ്സാണ്. അപ്പം നമ്മുടെ ലാലു അലക്സ് പറഞ്ഞ പോലെ ആ അവയർനെസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമുക്കെന്നാ ചേർച്ച് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ പോലെ തമാശയല്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിനി നാളെ ഒന്നാമത് നമ്മുടെ സമയത്തിനേക്കാളും 3 മണിക്കൂർ ടൈം ലിമിറ്റ് പുറകിലാണ് ഞങ്ങളിവിടെ വാഷിങ്ടണിലുള്ളത്. ഇവിടെ നാളെ ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് നമുക്കിപ്പോൾ ലോഡുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ലേ ഓവർ കിട്ടുമ്പോഴത്തേക്ക് ഇതൊക്കെ നോക്കിയിട്ടേ ബിയർ കുടിക്കുകയുള്ളൂ.
തിരിഞ്ഞു വരികയല്ല. സാധാരണ അതെ ചിലത് തിരിഞ്ഞു വരും. തിരിഞ്ഞു വരും. നമ്മുടെ കീച്ചേനെ തന്നെ ഓപ്പണർ ഉണ്ട് നമുക്ക്. നാം പറഞ്ഞ കീച്ചേന ഇപ്പോഴല്ലേ പറ്റൂ. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ പറ്റിയല്ലെങ്കിൽ പല്ലൊക്കെ ഒടിഞ്ഞു പോകുമോ? യാലപ്പിനോ പോപ്പേഴ്സിന്റെ അല്ലേ? കിടില സാധനം ഇത്. പണ്ട് ഞങ്ങൾ റമദ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുന്നത്. ഇതിന്റെ ചീസ് ബോൾസ് ഭയങ്കര രുചിയാണ്. ഇത് മറ്റേ ഈ മെക്സിക്കോക്കാരുടെ ഒക്കെ ഒരു മേജർ സാധനമല്ലേ? യാലപ്പിനോ. നല്ല ബീറല്ലേ? എങ്ങനെയുണ്ട്? കുറെ നാൾ കൂടിയാ എനിക്കും കുടിക്കുന്നത്. ആണോ? എനിക്ക് ഞാൻ മേടിക്കുന്നത് അതിനാ സ്ഥിരം ഇത് മേടിക്കാൻ. പച്ച കളർ ഇത് കുപ്പിയൊക്കെ കാണാൻ രസമുള്ള. കൊറോണ ഉള്ള സമയത്ത് കൊറോണ ആയിരുന്നു. ഈ കൂൾസ് ലൈറ്റ് ഇതും മേടിക്കും, മറ്റേ കൊറോണ മേടിക്കും, പിന്നെ കൂർഗിന്റെ മേടിക്കും. കൂൾസ് ലൈറ്റ് പിന്നെ ബഡ്വൈസറും. കൂൾസ് ലൈറ്റ് നമ്മുടെ കനേഡിയൻ ആയതുകൊണ്ട് നമ്മൾ കനേഡിയൻ പ്രൈഡ്. പറഞ്ഞു വരുമ്പം സമയം 10-12 മണി ആവാറായി കേട്ടോ. നമ്മുടെ ദേവസ്യാച്ചൻ കിടന്ന് ഉറങ്ങി. ഇവിടെ പിന്നെ 3 മണിക്കൂർ പുറകിലേക്കാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇരുട്ടി വരുന്നതേ ഉള്ളൂ. ഞാനിങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് കുറേ നേരം ഇരിക്കുമായിരുന്നു. അപ്പോൾ ശശിധരൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ നമ്മുടെ ചാനൽ കാണുന്ന, നമുക്ക് കമൻറ്റ് ഇട്ട് നമ്മളെ ഒത്തിരി വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ചേട്ടൻ ഈയിടെ നമ്മുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയെന്ന് തോന്നുന്നു. ചേട്ടൻ ഇങ്ങനെ ഒരു വീഡിയോക്കകത്ത് 2-3 വീഡിയോക്കകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിൻ്റെ സെറ്റപ്പൊക്കെ കണ്ടിട്ട് നീ സെറ്റിൽഡ് ആണല്ലോ, പിന്നെ എന്തിനാ യൂട്യൂബ് വരുമാനം ആശ്രയിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിന് ഇത് നമുക്ക്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്ത് പറയാനാണ് ചേട്ടാ. സംഭവം വേറൊന്നുമല്ല, നമ്മൾ അത്യാഗ്രഹം കൊണ്ടോ പൈസ ഉണ്ടാക്കാനുള്ള ഇതും കൊണ്ടോ ഒന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു ക്രിയേറ്റീവ് പ്രോസസ്സ് അത് നമ്മൾ ഒരു ദിവസം ഏകദേശം 5 മണിക്കൂറോളം എൻ്റെ ചിലവാകുന്നുണ്ട്. അതായത് നമ്മൾ ഉറങ്ങുന്ന സമയം സാക്രിഫൈസ് ചെയ്ത് ആ സമയം കൂടെ കണ്ടൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഓടിക്കുന്ന സമയത്തെ കാര്യങ്ങൾ മാത്രം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊരു മൊണോട്ടണസ് ആയി പോകും. അപ്പോൾ ദേവസ്യാച്ചൻ്റെ അല്ല, നമ്മുടെ കൂടെയുള്ള മറ്റുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഉറങ്ങേണ്ട സമയത്തും കഷ്ടിച്ച് ഒരു 4 മണിക്കൂർ അല്ല 5 മണിക്കൂർ മാത്രം ഉറങ്ങി, ബാക്കിയുള്ള സമയത്ത് അലാം വെച്ച് ചാടി എണീറ്റ് ആ സമയത്ത് നമ്മുടെ കൂടെ ഓടിക്കുന്ന ഒരാളുടെ ഇൻവോൾവ്മെൻറ്റും കൂടെ കൊണ്ടുവന്ന് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് മിനിമം എല്ലാം കൂടെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ അങ്ങ് പോകും. അതുകൂടാതെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു മിനിമം 3 മണിക്കൂറേലും എഡിറ്റ് ചെയ്താലേ നമുക്ക് ഈ ഒരു നമ്മളിപ്പോൾ ഇറക്കുന്ന ഒരു ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ വീഡിയോസ് ഇറക്കാൻ പറ്റുള്ളൂ. അതും ആലോചിച്ച് നോക്കിക്കുക, നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ഈ ട്രക്കിലിരുന്ന് മൊബൈലിലാണ് ഈ കളി മുഴുവൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 മണിക്കൂർ എങ്ങനെയൊക്കെ പോയാലും ഒരു ദിവസം, കാരണം നമ്മൾ മാക്സിമം ഡെയിലി വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ പേഴ്സണൽ ടൈമിൽ നിന്ന് 5 മണിക്കൂർ മാറ്റി നമ്മൾ ഇതുപോലൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മറ്റെന്ത് ആഗ്രഹിക്കുന്നതിനേക്കാളും ഉപരി അത് ആളുകൾ കാണാനും, ഇപ്പോൾ ചേട്ടനെ പോലെയുള്ള ആൾക്കാർ തന്നെ നിന്ന് കണ്ട് നമ്മളോട് അഭിപ്രായം പറയാനും, അല്ല ഇപ്പോൾ കമൻറ്റ് ഇടാനും, നിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടമാണെന്ന് ചേട്ടൻ തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ആൾക്കാർ പറയാമെന്നുള്ളതല്ല, അതാണ് നമ്മുടെ മോട്ടിവേഷൻ. അപ്പം നമ്മൾ ഇത്ര എഫർട്ട് ഇടുന്ന ഒരു സാധനം ആൾക്കാർ കാണണ്ടേ, അതിനോടുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് ഏറ്റവും വലുത്. പൈസയൊക്കെ പിന്നീട് വന്നു. കാരണം നമ്മളിപ്പം ആലോചിച്ച് ഏകദേശം 350 വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടു. എന്നാ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് തന്നെ ഊഹിക്കാവില്ല. നമ്മുടെ വീഡിയോസിൻ്റെ ഒരു പൊതുവെയുള്ള വ്യൂസിൻ്റെ ഒരു സെറ്റപ്പ് വെച്ച് വലിയ പൈസയൊന്നും കിട്ടപ്പോരൊന്നും ഇല്ലയെന്ന്. അല്ലെ നമ്മൾ ഈ ദിവസം 5 മണിക്കൂർ അധ്വാനിക്കുന്നതിൻ്റെ എഫേർട്ടൊന്നും കിട്ടാനില്ലെന്ന്. അതേസമയം ഞങ്ങൾ പറയട്ടെ, ഈ 5 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് സുഖമായിട്ടൊരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരു ദിവസം 1.5 ദിവസം കൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു ആവശ്യത്തിന് പൈസ എൻ്റെ വേണം ഒരു 2 മാസത്തെ യൂട്യൂബ് വരുമാനം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചേട്ടനെ കുറ്റപ്പെടുത്തിയതല്ല. യൂട്യൂബ് എന്ന് പറയുമ്പോൾ പൊതുവെ പലർക്കും പൈസ ഉണ്ടാക്കാനുള്ള ഒരു സാധനം മാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത്. പലരും അങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ഇത്രയും കഠിനമായ ജോലിക്കിടയിലും ഇതിന് വേണ്ടിയിട്ട് നിൽക്കുക, എഡിറ്റ് ചെയ്യുക, ഫുട്ടേജ് ഷൂട്ട് ചെയ്യുക,
ആ ഒരു ഇത്. അപ്പോൾ അതൊക്കെ ആൾക്കാർ കാണണം, അതുവഴി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരാഗ്രഹമാണ്. പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞു തന്നു. ഇനി ഒത്തിരി രാത്രി ആവുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പുഷപ്പൊക്കെ അടിച്ച് എന്തെങ്കിലും ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് വല്ലതും കഴിക്കാം. അപ്പോൾ അങ്ങനെ ഒരറ്റത്തു നിന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ചുകൂടെ സ്ഥിരം നമ്മുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗിൽ കൂടെ കൊണ്ടുവരുന്ന വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇവിടുത്തെ വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാനുണ്ട്. ബ്രിട്ടീഷ് കൊളംബിയയിലെ വാൻകൂവർ അല്ല, വാഷിങ്ടണിലെ വാൻകൂവർ. വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചുമ്മാ ശ്വാസം കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതാണ്. അന്നേരം നമ്മൾ കിളിവാതിൽ തുറന്നിട്ടില്ലേ, അതിൻ്റെ കാര്യം മറന്നുപോയായിരുന്നു. രാത്രി അത് തുറന്നിട്ട് കിടന്നാൽ വല്ല മഴയും പെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഊത്തലടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് അടച്ചേക്കാം.